ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പിന്നെ ഈ വിദ്യാഭ്യാസം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയേ ഉള്ളൂ, അത് സെക്യൂരിറ്റി പണിയാ. അതിന് വിഷ്ണു ഉദ്ദേശിക്കുന്ന പോലുള്ള സാലറി ഒന്നും കിട്ടത്തില്ല. ചുരുക്കി പറഞ്ഞ സാറിന് എന്നെ സഹായിക്കാൻ പറ്റില്ല. അക്കാര്യത്തിൽ നല്ല സങ്കടം ഉണ്ടെന്നേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. എന്റെ പേര് വിഷ്ണു എന്നാ. സാറൊരു മീറ്റിംഗിലാ, കഴിഞ്ഞോ നോക്കട്ടെ. ഓ, ഹലോ സാർ, ഒരു വിഷ്ണു എന്ന് പറഞ്ഞ ആള് കാണാൻ വന്നിട്ടുണ്ട്. സാറിന്റെ പരിചയമുണ്ടെന്നാ പറയുന്നത്. ആ, വരാൻ പറയൂ. ഓക്കെ സാർ. ആ, ചെല്ലാൻ പറഞ്ഞു. ആ, വരൂ. സാറിന് എന്നെ പെട്ടെന്ന് ഓർമ്മ വരാൻ സാധ്യതയുണ്ടോന്ന് അറിയില്ല. സത്യഭാമയുടെ മകനാ വിഷ്ണു. അയ്യോ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എനിക്കറിയാലോ. വിഷ്ണുവിനെ എനിക്കെങ്ങനെ മറക്കാൻ പറ്റുമോ? അല്ല, എന്താ വിഷ്ണു ഈ വഴിക്ക്? അത് ഞാൻ... ആ, വിഷ്ണു ഇരിക്കേ. ഇരിക്കു വിഷ്ണു. കുടിക്കാൻ എന്താ വേണ്ടത്? കാപ്പിയോ ചായയോ, അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് വല്ലതും എടുക്കട്ടെ? ഏയ്, ഒന്നും വേണ്ട, ഞാനിപ്പോ കഴിച്ചേ ഉള്ളൂ. ഓക്കെ ഓക്കെ. സത്യാമ്മയ്ക്കും വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓ സാർ. അയ്യോ, സാറെന്ന് വിളിക്കണ്ട, സതീഷ് അങ്ങനെ വിളിച്ചാൽ മതി. ബിസിനസ്സിൽ എനിക്കൊരു ക്രൈസിസ് വന്നപ്പോൾ എന്നെ ഏറ്റവും അധികം സഹായിച്ച രണ്ട് വ്യക്തികളാണ് സത്യാമ്മയും വിഷ്ണുവും. അന്ന് ഒരു ഡോക്യുമെന്റ് വാങ്ങിക്കാതെ പണം എനിക്ക് തന്നത് വിഷ്ണുവിന്റെ ഒറ്റ ഉറപ്പിലാണ്. അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് ചെയ്ത സഹായം ഓർമ്മിപ്പിക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അല്ല ഞാൻ വന്നത്. എനിക്കൊരു ജോലി വേണമായിരുന്നു. ഇന്നൊന്നൊന്നുമില്ല, എന്തു ജോലി ചെയ്യാനും തയ്യാറാ. സത്യാമ്മയുടെ മകന് ജോലിയോ? എന്തായി കേൾക്കുന്നേ? അതിന്റെ ആവശ്യമുണ്ടോ? പഴയ പ്രതാപത്തിന്റെ കഥയും പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പൊ അവസ്ഥ പഴയ പോലെയല്ല. അപ്പോ എന്തെങ്കിലും ഒരു ജോലി എനിക്കിപ്പോ കിട്ടിയേ തീരൂ. ചോദിച്ചു വരാൻ സാറിനെ പോലുള്ള കുറച്ചു പേരേ ഉള്ളൂ, അതാ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നേ. വിഷ്ണുവിനെ പോലൊരാൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കത് അഭിമാനം തന്നെയാ. ഇതൊരു ഇൻഷുറൻസിന്റെ ഓഫീസാ, അതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ മസ്റ്റാ. വിഷ്ണു M.Com ആണോ അതോ MA ആണോ? ഞാൻ അത് രണ്ടുമല്ല. ഈ കളിയാക്കി പറയുമല്ലോ, 4ാം ക്ലാസ്സും ഗുസ്തി എന്നൊക്കെ, അതെന്റെ കാര്യം. അതുകൊണ്ടാ മറ്റെവിടേക്കും പോകാതെ ഇവിടേക്ക് തന്നെ വന്ന് നോക്കിയതേ. അത് കുഴപ്പമാണല്ലോ വിഷ്ണു. ഇവിടെ ചായ വാങ്ങിക്കാൻ നിൽക്കുന്ന ഓഫീസ് ബോയ് വരെ BA കാരനാ. അല്ല, ഇൻഷുറൻസിന്റെ ഓഫീസല്ലേ, അപ്പോ ആൾക്കാരെ ക്യാൻവാസ് ചെയ്താ പോരെ? ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ പറഞ്ഞിട്ട് ഇതിലേക്ക് കൊണ്ടുവരാം. എന്റെ വിഷ്ണു, മണ്ടത്തരം പറയല്ലേ. തന്റെ കൂട്ടുകാരെന്നൊക്കെ പറയുമ്പോ കുറച്ച് ലോക്കൽസ് ആയിരിക്കില്ലേ, ഈ കമലനെ പോലെയൊക്കെ. ഇത് വലിയ വലിയ ആൾക്കാരൊക്കെ ക്യാൻവാസ് ചെയ്യുന്ന പണിയാ. ഇംഗ്ലീഷ് അടക്കം 3-4 ഭാഷകൾ സംസാരിക്കേണ്ടി വരും. ഇവിടുത്തെ ഓഫീസ് ബോയുടെ ജോലി പോലും വിഷ്ണുവിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഷുഗർ ചായയിൽ ഇടണോ വേണ്ടയോ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കുന്ന സ്റ്റാഫുകൾ ജോലി ചെയ്യുന്ന വലിയൊരു സ്ഥാപനമാണിത്. അതുകൊണ്ട് ഐ ആം വെരി സോറി വിഷ്ണു. ഇങ്ങനെ എനിക്ക് വിഷ്ണുവിനോട് പറയേണ്ടി വരുന്നത് സങ്കടമുണ്ട്. അല്ല സാറേ, ഇത്രയും വലിയ ഓഫീസാണല്ലോ, ഇവിടെ മറ്റെന്തെങ്കിലും പണി കാണുമോ? അധ്വാനിക്കാൻ തയ്യാറാ. മുന്നിൽ വേറെ ഒരു മാർഗമില്ലാത്തുണ്ടോ സാറേ? സാറിന്റെ മുന്നിൽ വന്നിങ്ങനെ പറയുന്നതേ, അവസ്ഥ അതാ. ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു, ഇവിടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ 1-2 ഒഴിവുകളുണ്ട്. പക്ഷെ അതൊന്നും വിഷ്ണുവിന്റെ ക്വാളിഫിക്കേഷൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല. ഡെബിറ്റും ക്രെഡിറ്റും ടാലിയും ഒക്കെ അറിയാവുന്നവർക്കല്ലേ ആ ജോലി കൊടുത്തിട്ട് കാര്യമുള്ളൂ. പിന്നെ ഈ വിദ്യാഭ്യാസം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയേ ഉള്ളൂ, അത് സെക്യൂരിറ്റി പണിയാ. അതിന് വിഷ്ണു ഉദ്ദേശിക്കുന്ന പോലുള്ള സാലറി ഒന്നും കിട്ടത്തില്ല. ചുരുക്കി പറഞ്ഞ സാറിന് എന്നെ സഹായിക്കാൻ പറ്റില്ല. അക്കാര്യത്തിൽ നല്ല സങ്കടം ഉണ്ടെന്നേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. എന്നാ പിന്നെ ഇറങ്ങുമല്ലേ? എനിക്കിപ്പോ മറ്റൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ളതാ. എന്നാ പിന്നെ ഓക്കെ. ആ, അമ്മയോട് എന്റെ അന്വേഷണം പറയണം കേട്ടോ.
4ാം ക്ലാസ്സും കുസ്തിയായിട്ട് ജോലിക്ക് വന്നിരിക്കുന്നു. സാർ സാർ കണ്ടില്ലേ? കണ്ടു. എന്തായി സതീഷ് സാറ് ജോലി തന്നില്ലേ? ആ അത് പോട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ആ അതെന്ത് പണിയാ, നമ്മളെ സഹായിച്ചിട്ടുള്ള ആളല്ലേ? എടാ നമ്മൾ സഹായിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് അവർക്ക് അങ്ങനെ ജോലി തരാൻ പറ്റുമോ? എടാ അവർക്ക് അവരുടെ ജോലി തീർക്കാൻ കഴിവുള്ളവരല്ലേ അവരെടുക്കുള്ളൂ. ചുമ്മാ തമാശ പറയാതെ ആശാനെ. ഏത് ഹോട്ടലിൽ പോയാൽ ചെലവ് ചെയ്യുന്നെന്ന് മാത്രം പറഞ്ഞാൽ മതി, നമുക്ക് അങ്ങോട്ട് പോവാം. ഇല്ലേ വേണ്ട, നമുക്ക് വല്ല ബാറിലേക്ക് പോവാം. ജോലി കിട്ടിയതിന്റെ വകയിൽ ചേട്ടൻ വീശാവും. എടാ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. സതീഷ് സാറിന് എന്നെ സഹായിക്കാൻ പറ്റില്ല. എനിക്ക് പറ്റിയ ജോലിയൊന്നും അവിടെ ഇല്ലെന്നാ പറയണേ. എന്നാ പിന്നെ അത് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്ന കാലത്ത് ഏതോ ബാങ്കിലെ കുടിശ്ശിക തീർക്കാൻ വേണ്ടി ആശാന്റെ കാല് പിടിക്കുന്ന പോലെയാ അന്ന് വന്ന് പണം ആവശ്യപ്പെട്ടത്. പലിശ പോലും വാങ്ങാതെയാ അന്ന് ആശാൻ ഇയാൾക്ക് പണം കൊടുത്തത്. ആ നന്ദി അയാൾക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി രണ്ടോ പറഞ്ഞിട്ടേ ഇപ്പൊ കാര്യമുള്ളൂ. ഇങ്ങോട്ട് വാ. എടാ എടാ തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയാ. എന്ത് തെറ്റ്? നമ്മളെ ജോലി ചോദിച്ചു പോയതോ? എടാ അതല്ലടാ. എടാ എടാ അവിടെ ചായ മേടിക്കാൻ നിൽക്കുന്ന ഓഫീസിൽ പോയി MAയോ BA ഒക്കെ പഠിച്ചവനാ. ആ സ്ഥാനത്തേക്ക് അക്കൗണ്ട്സിലേക്ക് 4ാം ക്ലാസ് കുസ്തിയുള്ള ഞാൻ പോയി ചെല്ലണേ. പിന്നെ പുള്ളി കളിയൊക്കെ ഇരിക്കൂ. ആശാനെ കളിയാക്കിയെന്നോ? ആശാൻ എന്നാ ഞാൻ 2 പൊട്ടിക്കോ അവനെ. എടാ എടാ ആശാനെ എനിക്ക് അവനെ- എടാ ദാ കൈ വിട് ആശാനെ. എടാ, കേക്കടാ, ഇവനിത് എടാ കളിയാക്കിയതല്ല. എടാ അയാൾ ഈ വിദ്യാഭ്യാസ യോഗ്യത്തെ പറ്റി കാര്യമായിട്ട് സംസാരിച്ചതാ. നമുക്കതില്ലല്ലോ. അപ്പൊ പിന്നെ മിണ്ടാതെ തലകുനിച്ച് കേട്ടിരുന്നു. എന്നിട്ട് അന്തസ്സായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ആശാനെ ചോദിക്കാൻ പാടില്ലായിരുന്നു ആശാനെ. അന്ന് കാശിന് വേണ്ടി ഓടി വന്നപ്പോ വിദ്യാഭ്യാസം വിവരമുള്ള ആരും ഒന്ന് കാശ് തരാൻ ഇല്ലായിരുന്നോ എന്ന്. അന്ന് സഹായിക്കാൻ ഈ പാവം പിടിച്ച 4ാം ക്ലാസ്സുകാരനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ നന്ദിയെങ്കിലും ആ മഹാഭാവി കാണിക്കണ്ടേ? എടാ വിട്ടുകളാ. ഒരു കാര്യം അയാൾ പറഞ്ഞു ശരിയാ. എടാ വിദ്യാഭ്യാസം വലിയൊരു ഘടകം തന്നെയാ. അതില്ലാത്തവനെ ഇന്നത്തെ സമൂഹം അവഹേളിക്കുകയും കളിയാക്കുകയും കൊച്ചാക്കുകയും ഒക്കെ ചെയ്യും. ആശാനെ ഒരു വഴി അടയുമ്പോ 9 വഴി തുറക്കുന്നല്ലേ പറയുന്നേ. നമുക്ക് ശ്രമിക്കാം. ഈ ഒരു സതീശനെ കണ്ടിട്ടൊന്നല്ലോ നമ്മൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പോന്നേ. പോകാൻ പറ ആശാനെ. എനിക്കിതിലൊരു പരിഭവം അദ്ദേഹത്തിനോടില്ല. കാരണം കുറവുകൾ നമുക്ക് തന്നെയല്ലേ. ആ നമുക്ക് നോക്കാടാ. നമ്മുടെ പഠിപ്പിന് പറ്റിയ വല്ല ജോലിയുണ്ടോ നമുക്ക് അന്വേഷിക്കാം. എടാ ഭൂമി ഇങ്ങനെ വിശാലായിട്ട് കിടക്കല്ലേ. നമുക്ക് വേണ്ടി നമ്മളെയും പ്രതീക്ഷിച്ച് ഏതെങ്കിലും ഒരു ജോലി കാത്തിരിക്കുന്നുണ്ടാവും.